നമസ്കാരം. കേരളത്തിൽ ആര് വിജയിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള പല സർവേകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന സർവേയിൽ 3 സീറ്റുകൾ BJP പിടിച്ചെടുക്കുമെന്നുള്ള കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം 24 സീറ്റുകളിൽ മാത്രമാണ് LDF വിജയിക്കുക, 113 സീറ്റുകളിൽ UDF വിജയിക്കുമെന്നുള്ള സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതീവ രഹസ്യമായി നൽകുന്ന ഈ സർവേ റിപ്പോർട്ട് കേരളത്തിലെ ഇന്നത്തെ ലേറ്റസ്റ്റായ രാഷ്ട്രീയ സാഹചര്യങ്ങളും മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥികളുടെ ആരായിരിക്കുമെന്നുള്ള ഒരു നിഗമനത്തിലുമൊക്കെയാണ് സർവേ നടത്തിയിരിക്കുന്നത്. ആ സർവേ കൃത്യമായി പറഞ്ഞാൽ ഒരു കുറ്റമറ്റതാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. BJP ഏതൊക്കെ സീറ്റുകൾ വിജയിക്കും. നേരത്തെ 2 സീറ്റുകളിലാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ലീഡുണ്ടായിരുന്നത്, വട്ടിയൂർക്കാവും നേമവും. എന്നാൽ നേമവും കഴക്കൂട്ടവും പാലക്കാടും മാത്രമാണ് BJP ജയിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് വിലയിരുത്തൽ. കഴക്കൂട്ടത്ത് V മുരളീധരനും പാലക്കാട് ശോഭാ സുരേന്ദ്രനും നേമത്ത് രാജീവ് ചന്ദ്രശേഖരും വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് കാണുമ്പോൾ വട്ടിയൂർക്കാവിൽ K മുരളീധരനാണ് ജയിക്കാൻ സാധ്യത, അതായത് UDF സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യതയുണ്ടെന്നും അവിടെ ശ്രീലേഖയ്ക്ക് നെഗറ്റീവായിട്ടുള്ള ധാരാളം ഘടകങ്ങൾ വന്നു ചേർന്നു എന്നുമുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. എന്തായാലും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പല സംഭവവികാസങ്ങളും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സീറ്റ് നിലയിൽ ഇനിയും വ്യത്യാസപ്പെടുത്താം. അതായത് 113 സീറ്റ് വരെ UDF വിജയിക്കുമെന്ന് പറയുമ്പോൾ 24 സീറ്റിലാണ് LDF വിജയിക്കുമെന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 3 ജില്ലകൾ UDFൻ്റെ കൂടെ സമ്പൂർണ്ണമായി പോകുന്നു എന്നുള്ളതാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് മലപ്പുറം ജില്ലയാണ്. 16 സീറ്റിലും UDF അനായാസ വിജയം നേടുമെന്നുള്ള റിപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. അവിടെ ഒരൊറ്റ സീറ്റിലും വേറെ ആരും വിജയിക്കില്ല എന്നാണ് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് എറണാകുളം ജില്ല 14 സീറ്റിലും UDF വിജയിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റിൽ 13ഉം UDF നേടുമെന്നുള്ളതാണ്. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ 14ഉം മലപ്പുറം ജില്ലയിൽ 16 സീറ്റുകളും UDF നേടുമെന്ന് കൃത്യമായി സർവേയിൽ റിപ്പോർട്ട് പറയുന്നുണ്ട്. എറണാകുളത്ത് ആകെ സംശയാസ്പദമായിട്ടുള്ളത് ഇപ്പോൾ കുന്നത്തുനാടും തൃപ്പൂണിത്തുറയുമാണ്. എന്നാൽ ഈ 2 മണ്ഡലങ്ങളിലും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വലിയ ഭൂരിപക്ഷം തന്നെ UDFനുണ്ട്. തൃപ്പൂണിത്തുറ മാത്രമാണ് വലിയ ഭൂരിപക്ഷം ഇല്ലാത്തത്. ഈ 2 മണ്ഡലങ്ങളിൽ മാത്രമായിരുന്നു ഒരു സംശയാസ്പദമാണെങ്കിലും അവിടെ 2020യുടെ സാന്നിധ്യവും BJPയും ചേർന്നുള്ള വോട്ടിംഗ് പാറ്റേൺ കുന്നത്തുനാടിൽ അട്ടിമറി സൃഷ്ടിക്കുമോ എന്നുള്ളതാണ് വന്നതെങ്കിലും BJPയുമായി ചേർന്നുള്ള 2020യുടെ നിലപാട് അവർക്ക് 2020 തന്നെ വലിയ ഭിന്നിപ്പുണ്ടാക്കി രാഷ്ട്രീയമില്ലാത്ത പാർട്ടി എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയം ചേർക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു വലിയ ശതമാനം വോട്ട് മാറും എന്നുള്ള ഒരു കണക്കൂട്ടലാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്. അവിടെയും UDF വിജയിക്കും. അതേപോലെ തൃപ്പൂണിത്തുറയിലും UDF വൻ വിജയം നേടുമെന്നുള്ള കാര്യമാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. ഈ കോഴിക്കോട് പിന്നെ 3ാമത്തെ ജില്ല എന്ന് പറയുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 13ൽ 10 സീറ്റും UDFന് ആണ് അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴുള്ള ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13 സീറ്റും UDF നേടുമെന്നുള്ള ഒരു വിവരമാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഈ 3 ജില്ലകൾ തന്നെ പ്രധാനപ്പെട്ട നിർണായകമായ ഘട്ടത്തിലേക്ക് മാറ്റുകയാണ് ഇലക്ഷനിൽ. അതായത് 16ഉം 14ഉം 30ഉം 13 43 സീറ്റുകൾ നേടി ഈ 3 ജില്ലകൾ സുരക്ഷിതമാകുമ്പോൾ പിന്നെ അടുത്ത ജില്ല സമ്പൂർണ്ണമായി വിജയിക്കുന്നു എന്ന് പറയുന്നത് വയനാടാണ്. 3 സീറ്റാണ്. 3 സീറ്റും UDF വിജയിക്കുമെന്ന് കൽപ്പറ്റയും മാനന്തവാടിയും അതേപോലെ സുൽത്താൻ ബത്തേരി, ഈ 3 സീറ്റും സുരക്ഷിതമാണ് UDFന് എന്നുള്ളതാണ് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലെ 5 സീറ്റുകളും UDF നേടുമെന്നും അതേപോലെ ഇടുക്കിയിലെ 5 സീറ്റുകളും UDF നേടുമെന്നുമുള്ളതാണ് പറയുന്നത്. അതിൽ പ്രത്യേകം എടുത്ത് പറയുന്നത് ഇടുക്കി സീറ്റ് ഉടുമ്പൻചോല സീറ്റും വലിയ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ LDF ജയിച്ചതെങ്കിൽ ഇത്തവണ 2 സീറ്റ് എടുക്കാം, പീരുമേടടക്കം UDF നേടുമെന്നുള്ളതാണ് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് കോട്ടയം ജില്ലയിലെ 9 സീറ്റും UDF നേടുമെന്നുള്ളതാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. സംശയാസ്പദമായി നിൽക്കുന്നത്
പാലയും ഈരാറ്റുപേട്ടയും പാലയും മാത്രമാണ്. നേരത്തെ വൈക്കവും അതേപോലെ കാഞ്ഞിരപ്പള്ളിയുമാണ് യു ഡി എഫിന് അനുകൂലമായി നിന്നെങ്കിൽ ഇത്തവണ ഇലക്ഷനിൽ നിയമസഭാ ഇലക്ഷനിൽ ആ സീറ്റും അട്ടിമറിക്കപ്പെടും. പി സി ജോർജിൻ്റെ മകനും നിൽക്കുന്ന സംശയാസ്പദമായി നിർത്തി വെച്ചിരിക്കുന്നത്. അവിടെയും വിജയം യു ഡി എഫിന് തന്നെയാണെന്നുള്ളതാണ് വിവരമാണ് പുറത്തു വരുന്നത്. ഇതേപോലെ തന്നെയാണ് ഈ 3 ജില്ലകൾ കൂടി വരുമ്പോൾ 9ഉം 5ഉം 14, 14ഉം 5ഉം 19 സീറ്റുകളാണ് യു ഡി എഫിന് അനുകൂലമായി വരുന്നത്. അതായത് മലപ്പുറം ജില്ല, എറണാകുളം ജില്ല, അതേപോലെ കോഴിക്കോട് ജില്ലയും കൂടെ 43 സീറ്റുകൾ വരുമ്പോൾ ഇതോടൊപ്പം തന്നെ കോട്ടയം ജില്ലയിലെ 9 സീറ്റും 52 ആകുന്നു. 62 സീറ്റുകൾ പൂർണ്ണമായും ഈ ജില്ലകളിൽ സമ്പൂർണമായ വിജയമാണ് യു ഡി എഫിന് കിട്ടാൻ പോകുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ജി സുധാകരൻ, അതേപോലെ ആയിഷ പൊറ്റി, ഇവരുടെ 2 പേരുടെയും മാറ്റം കൊല്ലം ജില്ലയിലും അതേപോലെ ആലപ്പുഴ ജില്ലയിലും പൂർണ്ണമായ വിജയം സാധ്യമല്ലെങ്കിലും ആവറേജ് ഈ കൊല്ലം ജില്ലയിൽ 11 സീറ്റും 9 സീറ്റ് ആലപ്പുഴയിലുമാണ്. ഈ 2 ജില്ലയിലും കൂടി 18 സീറ്റ് വരെ, 20 സീറ്റിൽ 18-17 സീറ്റ് വരെ യു ഡി എഫ് വിജയിക്കുമെന്നുള്ള റിപ്പോർട്ടാണ് ഉള്ളത്. അതായത് 18 സീറ്റിൽ നിന്നും കൂടെ കൂടുമ്പോൾ അവർക്ക് ഭൂരിപക്ഷമായി 63നോട് 18 സീറ്റ് കൂട്ടുമ്പോൾ എത്ര സീറ്റായി അവർക്ക് ഭൂരിപക്ഷം? യു ഡി എഫിന് 63ൻ്റെ 71, 81 സീറ്റിൻ്റെ ഭൂരിപക്ഷമായി ഈ ജില്ലകളിൽ നിന്ന് തന്നെ. പിന്നീട് നമ്മൾ കണക്ക് കൂട്ടുന്നത് കണ്ണൂർ ജില്ലയിൽ 7 സീറ്റ് വരെ ഇന്നത്തെ അവസ്ഥയിൽ യു ഡി എഫിന് അനുകൂലമായി കിട്ടാൻ സാധ്യത. 4 സീറ്റിൽ മാത്രമാണ് എൽ ഡി എഫിന് വിജയിക്കാൻ സാധ്യതയുള്ളൂ. ഈവൻ ധർമ്മടത്തടക്കം പരാജയം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. തലശ്ശേരിയും പയ്യന്നൂർ മട്ടന്നൂരും മാത്രമാണ് പിടിച്ചു നിൽക്കാൻ സാധ്യത. അതേപോലെ കല്യാശ്ശേരിയും മാത്രമാണ് പിടിച്ചു നിൽക്കാൻ സാധ്യതയുള്ള മണ്ഡലം. ബാക്കി എല്ലാ മണ്ഡലങ്ങളും പയ്യന്നൂരടക്കം ഇത്തവണ യു ഡി എഫ് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നുള്ള. ഇവിടെ കുഞ്ഞികൃഷ്ണൻ ആയിരിക്കുന്ന സ്ഥാനാർത്ഥിയെങ്കിൽ അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം ആളുകളും അദ്ദേഹത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നുള്ള കണക്കൂട്ടലാണ്. അതേപോലെ കാസർഗോഡിൽ 5 സീറ്റിൽ 4 സീറ്റും യു ഡി എഫ് നേടുമെന്നുള്ള ഒരു വിവരമാണ് പുറത്ത് ഇതിനകത്തുള്ളത്, ഇൻ്റലിജൻസ് റിപ്പോർട്ടുള്ളത്. അങ്ങനെ മൊത്തം നോക്കുമ്പോൾ തിരുവനന്തപുരം ജില്ല മാത്രമാണ് എൽ ഡി എഫ് അത്യാവശ്യം 5 സീറ്റിൽ പിടിച്ചു നിൽക്കുമെന്ന് പറയുന്നത്. ബാക്കി എല്ലാ ജില്ലകളും പരിപൂർണമായോ അല്ലെങ്കിൽ 90% സീറ്റുകൾ യു ഡി എഫിന് അനുകൂലമായി പോകും. 10%, 15 മാത്രമാണ് എൽ ഡി എഫിന്, മാക്സിമം 15% സീറ്റ് മാത്രമാണ് അവർക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ള വിവരമാണ്. അതായത് മൊത്തം 113 സീറ്റ് വരെ യു ഡി എഫ് നേടുമ്പോൾ വെറും 24 സീറ്റിലേക്ക് എൽ ഡി എഫ് മാറും. 3 സീറ്റിലേക്ക് ബി ജെ പിയും കിട്ടും എന്നുള്ളതാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. എന്തായാലും കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഈ വരുന്ന ഇലക്ഷനിൽ ഉണ്ടാകുന്ന വലിയ മാറ്റം CPM എന്നുള്ള പ്രസ്ഥാനത്തിൻ്റെ അന്ത്യം കുറിക്കാൻ സാധ്യതയുണ്ട്. പിണറായി വിജയനും മരുമകൻ റിയാസും തോൽക്കാൻ സാധ്യതയുണ്ടെന്നാണ്. കോഴിക്കോട് ബേപ്പൂരിൽ റിയാസിനെ PV അൻവർ തോൽപ്പിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതേപോലെ ജി സുധാകരൻ്റെയും അതേപോലെ ആയിഷ പോറ്റിയുടെയും അതേപോലെ പയ്യന്നൂരിലെ വി കുഞ്ഞികൃഷ്ണൻ്റെയും ഒക്കെ CPM നിന്നുള്ള കോൺഗ്രസിലേക്കുള്ള മാറ്റം, യു ഡി എഫിലേക്കുള്ള മാറ്റം വലിയ തിരിച്ചടിയാണ് വരാൻ പോകുന്നത്. സാധാരണ പ്രവർത്തകർ, പ്രത്യേകിച്ചും VS അച്യുതാനന്ദനോടൊപ്പം നിന്ന പ്രവർത്തകർ മുഴുവൻ ഇത്തവണ യു ഡി എഫിന് അനുകൂലമായി മാറ്റം വരണമെന്ന ഉദ്ദേശത്തോടെ വോട്ട് ചെയ്യുമെന്നുള്ളതും പ്രത്യേകം പറയുന്നു. അവർ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലുമാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് അവർ അന്വേഷണം നടത്തിയിട്ടുള്ളത്, ജനങ്ങളുടെ ഹിതം അറിഞ്ഞിട്ടുള്ളത്. അത് പ്രകാരമാണ് ഇപ്പോൾ ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കേന്ദ്രത്തിന് കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം കേരളത്തിന് ഉള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരവും നേരത്തെ 110 സീറ്റ് വരെ യു ഡി എഫ് നേടാമെന്നുള്ളതാണ് പറയുന്നത്. ഇതേപോലെ CTV സർവേ 58% വോട്ട് യു ഡി എഫിന് അനുകൂലമായി കിട്ടുമെന്ന് പറയുന്നുണ്ട്. CTV മനോരമ സർവേ, അതേപോലെ NDTVയുടെ നേരത്തെ സർവേയിൽ 52% ആളുകൾ ഭരണവിരുദ്ധ വികാരത്തിൽപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് 61% വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോഴുണ്ടായുള്ള ഓരോ സംഭവ വികാസങ്ങളും ഏറ്റവും പ്രധാനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കൊല്ലത്തുനിന്നുള്ള കാര്യം എന്ന് പറയുന്നത് കൊല്ലം ടൗണിലും അതേപോലെ പത്തനാപുരത്തും
ഇത്തവണ UDF വിജയിക്കും, വൻ വിജയമായിരിക്കും എന്നുള്ളതാണ്. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് വലിയ മാറ്റങ്ങളുണ്ടായിരുന്നു. ഇത് സമ്പൂർണ്ണമായ വിജയം തന്നെ ചിലപ്പോൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം മുകേഷും അതേപോലെ ഗണേശനും അത്രയും മാരകമായ പ്രഹരമാണ് LDF ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ആയിഷ പോറ്റിയുടെ മത്സരം തീർച്ചയായും അവിടെ വലിയ വിജയം തന്നെ ഉണ്ടായി. CPM അണികളിൽ നിന്ന് വലിയ ഒഴുക്ക് UDF അനുകൂലമായി മാറാൻ വരുന്നു എന്നുള്ളതും പ്രധാനമാണ്. എന്തായാലും ഓരോ സർവേയിലും വെച്ചടി UDF മുന്നേറുകയാണ്. VD സതീശനാണ് ഏറ്റവും അധികം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നിൽ നിൽക്കുന്നത്. പിണറായി വിജയനുള്ള പിന്തുണ 16% കുറഞ്ഞപ്പോൾ VD സതീശനുള്ള പിന്തുണ 34% വർദ്ധിച്ചിരിക്കുന്നു. ബാക്കി എല്ലാവരും തന്നെ വളരെ പിന്നിലാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ ഈ സർവേയിൽ പറയുന്നത്. എന്തായാലും കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം അടുത്ത ഭരണം കേരളത്തിൽ UDFനാണ് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി ഇവിടെ ഒന്ന് പ്രത്യേക പാക്കേജ് ഒന്നും പ്രഖ്യാപിക്കാതിരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. നരേന്ദ്രമോദി ഇവിടെ വന്ന് പ്രചരണം നടത്തിയെങ്കിലും വേണ്ടത്ര അത് ഏറ്റിട്ടില്ല. മാത്രമല്ല 39 കിലോമീറ്റർ മാത്രം ഉദ്ഘാടനം ചെയ്തു പോയത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായി മാറി. കാരണം 500 കിലോമീറ്ററുള്ള കേരളത്തിലെ തീരദേശ തീരദേശ ഹൈവേ ഇപ്പോൾ 39 കിലോമീറ്റർ മാത്രം പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയത് പരിഹാസമാണ് ഉണ്ടായിട്ടുള്ളത്. അത് തിരിച്ചടിയായി മാറി എന്നുള്ളതാണ്. എന്തായാലും പാലക്കാട് ശോഭാ സുരേന്ദ്രൻ വിജയിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് 2 സീറ്റുകളിൽ BJP ജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടും പുറത്തു വരികയാണ്. എന്തായാലും ഈ റിപ്പോർട്ടുകൾ എന്തൊക്കെയാണെങ്കിലും ഇനിയും മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം LDFനെതിരാണ്, പിണറായി വിജയനെതിരാണ്, UDFന് അനുകൂലമാണ്. അതോടൊപ്പം ഈ നാഷണൽ ഹൈവേ ഉദ്ഘാടനം ചെയ്ത രീതി BJPക്ക് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. നന്ദി, നമസ്കാരം.